അറിഞ്ഞോ നമ്മളെ യൂസുഫ് അലി തിരിച്ചു വന്നെന്ന്. ആ എനിക്ക് ലക്ഷങ്ങൾ തരാനുണ്ട്. ഞാൻ വിളിച്ചു, പക്ഷെ ഫോണ് കിട്ടിയില്ല. നാളെ തലവൻ്റെ വീട്ടിലൊന്ന് പോയി നോക്കട്ടെ തരുമോ എന്നുള്ളത്. മൂർക്കനാട് അവൻ്റെ വീട്ടേ. ദയവ് ചെയ്ത് യൂസുഫ് അലിനെ കാണുകയാണെങ്കിൽ ഒരുപാട് ഏജൻ്റായ ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാട്ടോ, തങ്കമാണ് മനുഷ്യൻ. കാണുകയാണെങ്കിൽ ഒന്ന് എന്നെ ഫോൺ ചെയ്യാൻ പറയണേ. മൂർക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എവിടെ? അരീക്കോട് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് മൂർക്കനാട് സ്റ്റേഡിയം ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്താണോ എൻ്റെ വീട് കേട്ടോ. ഒന്ന് വിളിക്കാൻ പറയണ്ടേ, ഒരു രക്ഷയില്ല. എത്രയോ പ്രാവശ്യമായി ഞാൻ വിളിക്കുന്നത്, കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഇതല്ലാതെ എൻ്റെ മുമ്പിൽ ഒരു സൊല്യൂഷനും ഇല്ല. മനസ്സിലായില്ല? അറ്റ്ലീസ്റ്റ് പൈസ തരൽ എപ്പോഴെങ്കിലും തന്നോട്ടെ, എന്നാലും ഒന്ന് ഒരു ലോഗ്യം പറഞ്ഞൂടെ? നമ്മളൊരു കാലഘട്ടത്തിൽ പൈസ കൊടുത്ത ആളല്ലേ, ഇങ്ങനെ ഓടി നടക്കേണ്ടതുണ്ടോ? യൂസുഫ് അലിയെ, നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ നിന്നെ കണ്ടാൽ നിന്നെ അടിക്കുകയോ ഒന്നും ചെയ്യൂല. ഞാൻ എപ്പോഴും എങ്ങനെയാണോ ചിരിച്ചുകൊണ്ടാണോ എന്നോട് സംസാരിക്കുന്നത്, അതുപോലെ ഞാൻ സംസാരിക്കുള്ളൂ. ഒന്ന് ഫോൺ കോൾ ചെയ്യുക, ഒന്ന് നമ്മളെ സൗഹൃദമൊക്കെ ഒന്ന്. പൈസ ഒക്കെ വാങ്ങാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എത്ര 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 സംസാരിച്ച് അല്ലേ, എത്ര നമ്മൾ ചന്ദ്രേട്ടാ. ആ അതെ 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 അതെ. എന്തായാലും ഒന്ന് വരണമെങ്കിൽ ഒന്ന് വരണം, ഞങ്ങളെ കാണാൻ വരിക. നമ്മൾ നല്ല സൗഹൃദം പങ്കുവെക്കുക, നമുക്ക് പഴയതുപോലെ കളിത്തമാശയൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. എടാ പ്ലീസ് യൂസുഫ് അലി ബായ്, എന്നാ കാണാം കേട്ടോ. യൂസുഫ് അലി ബായ് ഫോട്ടോ തരണ. തെളിവ് എന്താണ്? നിങ്ങളും ഞാൻ സ്നേഹബന്ധത്തിലൊരു കാര്യം ചോദിച്ചു, പൈസ ചോദിച്ച്, അതന്നെയല്ലേ തെളിവ്. നമ്മളിപ്പോൾ സ്നേഹബന്ധം കൊണ്ടല്ലോ, അല്ലാത്ത തെളിവുകളൊക്കെ ഉണ്ടോ നമുക്ക് കാണാം. ഞാൻ മൂപ്പരോട് അല്ല മൂപ്പര് എനിക്ക് ഓൺലി വിശ്വാസമാണ്. എൻ്റെ യൂസുഫ് അലി എൻ്റെ പൈസ തിരിച്ചു തരും, എനിക്ക് വിശ്വാസം തന്നെ. ഒരു കുഴപ്പമില്ല. യൂസുഫ് അലിയെ, നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. എത്രയോ ആൾക്കാർ നിന്നെ കള്ളനാണ്, അയാളെ മോന്ത നോക്കിയാൽ കള്ളൻ്റെ ലക്ഷണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. തരണം കേട്ടോ. ആദ്യമായിട്ടാണ് നീ വന്നത് കൊണ്ടും നീ സ്നേഹം മറ്റുള്ളവർ പങ്കുവെച്ചുകൊണ്ടും മറ്റുള്ളവർ സ്നേഹം പറഞ്ഞുകൊണ്ടും നിൻ്റെ പേരെന്നെ എടുത്ത് പറഞ്ഞു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ദയവേത് ഓർക്കണം, നിന്നൊന്ന് കാണാനുള്ള പൂതിയോണ്ടാടാ. ഓക്കെ.